എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. പോലീസിനെ വെല്ലുവിളിച്ചും ശാസിച്ചും ഷൊർണൂർ MLA PK ശശി. CPIM പ്രവർത്തകരെ ആക്രമിച്ചവരെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണി. പോക്കൃതം കാണിച്ച് ഈ തെമ്മാടികളെ അഴിഞ്ഞാടാൻ വിടുക. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കാക്കിയിട്ടമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പ്രകോപിപ്പിച്ചത് രാഷ്ട്രീയ സംഘർഷത്തിൽ നടപടിയെടുക്കാത്തത് ജനരോഷത്തിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് വിശദീകരണം. UDF സർക്കാരിന്റെ കാലത്ത് തീരെഴുതാൻ ഒരുങ്ങിയ വയലുകളിൽ കൃഷി ഇറക്കാൻ സർക്കാർ. മെത്രാൻകായലും ആറന്മുളയും ആദ്യ പരിഗണനയിൽ. ഉടൻ റിപ്പോർട്ട് നൽകാൻ വകുപ്പ് സെക്രട്ടറിക്ക് കൃഷിമന്ത്രിയുടെ നിർദ്ദേശം. ഈ മാസം 17-ന് VS സുനിൽകുമാർ മെത്രാൻകായൽ സന്ദർശിക്കും. ഉഡ്ത പഞ്ചാബിന് 2 ദിവസത്തിനകം സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി. ചിത്രത്തിലെ ഒരു രംഗം മാത്രം ഒഴിവാക്കിയാൽ മതി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്ന് കോടതി. തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കുന്ന സമിതി റിപ്പോർട്ട് പതിവുപടിയാകില്ലെന്ന് VM സുധീരന്റെ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി. പരാജയം പഠിക്കുന്ന മേഖലാ സമിതികൾ 19-ന് പരിശോധനാ വിഷയങ്ങൾ പരിശോധിക്കും. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന്റെ കണ്ണീര്. ഹാൻഡ്ഗോളിൽ പെറുവിനോട് തോറ്റു പുറത്ത്. Andy Polo for Peru. Has he got the pace here? Andy Polo pulls back. Oh, wow! Well, Brazil claim handball, but Raul Ruiz. യൂറോ കപ്പിൽ ജർമ്മനിക്ക് വിജയത്തുടക്കം. ഏകപക്ഷീയമായ 2 ഗോളിന് ഉക്രൈനെ തകർത്തു. പാലക്കാട് നെല്ലായിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഷൊർണൂർ MLAയുടെ പരസ്യ ശകാരം. ഷൊർണൂർ MLA PK ശശിയാണ് RSSന് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ശകാരിച്ചത്. അതേസമയം ജനരോഷത്തിനൊപ്പം നിൽക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹം റിപ്പോർട്ടറോട് പറഞ്ഞു. ചെറുപ്പളശ്ശേരി നെല്ലായിയിൽ RSS അക്രമത്തിൽ തകർന്ന CPM പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കവെയാണ് ഷൊർണൂർ MLA PK ശശി ചെറുപ്പളശ്ശേരി SI ചാക്കോയെയും സഹപോലീസുകാരെയും പരസ്യമായി ശകാരിച്ചത്. പോലീസ് ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിക്കുന്നതെന്ന് ശശി പറയുന്നു. RSS അക്രമത്തിൽ എന്തു നടപടിയെടുത്തു എന്ന് ചോദിക്കുന്ന MLA എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും പറയുന്നുണ്ട്. അതേസമയം ജനപക്ഷത്തു നിന്നാണ് താൻ പ്രതികരിച്ചതെന്ന് PK ശശി MLA റിപ്പോർട്ടറോട് പറഞ്ഞു. അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് SI സ്വീകരിച്ചതെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് തെറ്റാണെന്നുള്ള ബോധ്യം എനിക്കില്ല. ഞാൻ അക്രമികളുടെ പേരിൽ നടപടി എടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉദ്യോഗസ്ഥനോടും അപമര്യാദയായി പെരുമാറുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ചെറുപ്പളശ്ശേരിയിൽ 2 ദിവസമായി നിലനിൽക്കുന്ന CPM RSS സംഘർഷത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 6 CPM പ്രവർത്തകർ അക്രമത്തിൽ പരിക്കേറ്റ ചികിത്സയിലുമാണ്. റിപ്പോർട്ടർ, പാലക്കാട്. ഈ വിഷയത്തിൽ ഷൊർണൂർ MLA PK ശശി നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA, BJP വക്താവ് VV രാജേഷ്, CPIM നേതാവ് മുഹമ്മദ് റിയാസ് എന്നിവർ. ആദ്യം ശ്രീ PK ശശി, എന്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള പ്രകോപനം? ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാർക്കെതിരെ കേസെടുക്കുകയോ? ഇതാണോ പ്രശ്നം? CPM പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തതല്ല. പോലീസിനെ ശാസിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഈ കാര്യം വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ഞാൻ ആകെ ചെയ്തത് ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാനവിടെ ചെന്ന സന്ദർഭത്തിൽ RSSൻ്റെ ആക്രമണം നടന്ന സ്ഥലത്ത് ഞാൻ കണ്ടത് വളരെ ഭീകരമായ ദൃശ്യങ്ങളാണ്. ഈ സമീപകാലത്ത് പണി കഴിപ്പിച്ച ഒരു വീട്ടിൽ ഏതാണ്ട് യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. കല്ലും കട്ടയും കുറുവടിയും ഒക്കെ വീട്ടിലും ഉള്ളിലും പുറത്തുമായിട്ട് ചേറിക്കിടക്കുക. ജനാലകളാകെ അടിച്ചു പൊളിച്ച്, വാതിലാകെ ചവിട്ടി പൊളിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീയും അവരുടെ മകളും ഉറക്കെ നിലവിളിക്കുക, ഞങ്ങളെ ആരാ രക്ഷിക്കാൻ? അന്നേരം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട, ഞങ്ങൾ സംരക്ഷിക്കും. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആളുകളുടെ ഈ പൊതുവികാരത്തിൻ്റെ ഭാഗമായി ഞാൻ നിന്നു. ഞാൻ അവരോട് അപമര്യാദയായിട്ട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ അവരോട് എന്നുള്ളത് ശ്രീ PK ശശി, താങ്കൾ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് തൻ്റെയൊക്കെ വീരശൂര പരാക്രമം കണ്ടല്ലോ, ജനാർദ്ദനൻ്റെ മേക്കിട്ട് കയറാൻ ആ ഉശിരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. ജനാർദ്ദനൻ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ പ്രവർത്തകനുമാണ്. അപ്പോൾ RSSും CPIMും തമ്മിൽ സംഘർഷമുണ്ടായിട്ട് RSSകാരെ പിടിക്കാതെ ഞങ്ങളുടെ പാർട്ടിക്കാരനായ ആളെ എന്തിനു പിടിച്ചു എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ കാതൽ. ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത്? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്.
ഒരിക്കലുമല്ല. നിങ്ങൾ ഈ സംസാരിച്ച കാര്യത്തിൽ ഒരു വാചകമോ ഒരു വാക്കോ ഈ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി കാണരുത്. ഇത് പറയാനിടയായിട്ടൊരു സാഹചര്യമുണ്ട്. ഒരു വല്ലാത്ത ഭീകരാവസ്ഥയാണ് അവിടെ RSSകാർ അഴിച്ചു വിട്ടിട്ടുള്ളത്. അതിന് വിധേയരായിട്ടുള്ള ആളുകളുടെ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നെല്ലായ പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ജനാർദ്ദനനെ നേരിട്ട് വിളിച്ച് നിങ്ങളെ ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസ് ചാർജ് ചെയ്യാൻ പോവുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ വരണം, നിങ്ങളുടെ വാഹനം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ അതിൽ പരാമർശിക്കുന്നത്. അതിനൊക്കെ ധൈര്യം കാണിച്ചിട്ടുള്ള ചെർപ്പളശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടറും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെ അക്രമം അഴിഞ്ഞാടുമ്പോൾ ഈ അക്രമികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ശ്രീ PK ശശി നോക്കൂ, നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്. താങ്കളുടെ പാർട്ടിയുടെ നേതാവായ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. താങ്കൾ ഭരണകക്ഷി MLA ആണ്. ഇങ്ങനെ പോലീസിനോട് പറയുമ്പോൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുക താങ്കൾ ആ ഭരണാധികാരം പ്രയോഗിക്കുകയാണ് എന്നാണ്. അങ്ങനെ ഭരണാധികാരം പ്രയോഗിക്കേണ്ട, പോലീസിനെ ചൊൽപ്പടിക്ക് നിർത്തേണ്ട ആ റോൾ ആണോ താങ്കൾക്ക്? ഭരണത്തിൻ്റെ തണലിൽ ഒരു ഇടപെടലും, ഒരു അനിയന്ത്രിതമായ ഇടപെടലും ഞാൻ നടത്തിയിട്ടില്ല, എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ആ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹവും ഞങ്ങളുടെ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് കോടിയേരിയും അവിതർക്കിതമായി വ്യക്തമാക്കിയിട്ടൊരു കാര്യമുണ്ട്. പാർട്ടി സഖാക്കളും പാർട്ടി ഓഫീസുകളും അധികാരത്തിൻ്റെ സമാന്തര കേന്ദ്രങ്ങളായി മാറരുത്. ആ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അധികാരം കയ്യിലുണ്ട് എന്ന ധാരണയോടുകൂടിയൊന്നുമല്ല ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചതും ഈ പ്രശ്നത്തിൽ ഇടപെട്ടതും. എൻ്റെ കഴിഞ്ഞ 10-40 കൊല്ലക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതാദ്യമായിട്ടല്ല. ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഞാൻ സജീവമായി ഇടപെടാറുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ അക്രമം നടത്തിയ ആളുകൾക്ക് നിങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കണം. അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് ബോധ്യമാവും എന്ത് കാരണം കൊണ്ടാണ് ഒരു സംഘർഷാവസ്ഥ നിലവിലില്ലാത്ത ഒരു പ്രദേശത്ത് മിനിഞ്ഞാന്ന് വൈകുന്നേരം 6:30 മണിയോടുകൂടി ഒരു വിദ്യാർത്ഥിയെ, പ്രജിത്ത് എന്ന പേരായൊരു വിദ്യാർത്ഥിയെ ഒരു പറ്റം RSSകാർ ആക്രമിക്കുകയാണ്. ജീവരക്ഷാർത്ഥം ഇയാൾ വായനശാലയിലേക്ക് ഓടിക്കയറുന്നു. വായനശാലക്കകത്തേക്ക് പാഞ്ഞു കയറിയ പിന്നാലെ വന്ന RSSൻ്റെ സംഘം പ്രജിത്തിനെ അവിടെ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നു. അയാളുടെ തലതല്ലി പൊട്ടിക്കുന്നു. അയാൾ ആശുപത്രിയിലാണ്, EMS ആശുപത്രിയിലാണ്. അയാളുടെ എല്ല് പൊട്ടിക്കുന്നു. മാത്രമല്ല വായനശാല അടിച്ച് നിരത്തുകയാണ്. ഓർക്കാപ്പുറത്താണ്, ഇങ്ങനൊരു സംഭവം ഇല്ല അവിടെ. ആ സന്ദർഭത്തിൽ CPMൻ്റെ അവിടെയുള്ള നേതാക്കന്മാർ, അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരൊക്കെ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയാണ്. പോലീസിനെ ബന്ധപ്പെടുന്നു. കുറച്ച് പോലീസുകാർ ആ സംഭവ സ്ഥലത്ത് വരുന്നു. അക്രമം നടത്തിയ റൗഡികൾ, RSSൻ്റെ അക്രമികൾ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രത്തിനടുത്തേക്ക് മാറി നിൽക്കുകയാണ്. അവിടെ പോയിട്ട് അവരെ പിടിക്കണ്ടേ? അക്രമം നടത്തിയ ആളുകളെ പിടിക്കണ്ടേ? അത് പിടിക്കാതെ ഇപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ചതിയായിരുന്നു. ശരി, അതാണ് താങ്കൾ അക്കാര്യത്തിൽ ആരോപിക്കുന്നത്. തുടരണം ശ്രീ PK ശശി. ശ്രീ VV രാജേഷ്, താങ്കളും ഒരു പൊതുപ്രവർത്തകനാണല്ലോ. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും നടത്തുന്നതല്ലേ? ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ട് പാർട്ടിക്കാർ ഇടപെട്ട സംഘർഷത്തിൽ താങ്കളുടെ പാർട്ടിക്കാരനായ ആളെ പോലീസ് പിടിക്കുകയും മറ്റേ പാർട്ടിക്കാരനെ ഒഴിവാക്കി വിടുകയും ചെയ്താൽ താങ്കൾക്കും രോഷമുണ്ടാകുമല്ലോ. അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ടല്ലോ. അതിനപ്പുറത്ത് എന്തെങ്കിലും സവിശേഷമായ സാഹചര്യം PK ശശി MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്കൊരു സംശയം. ഇപ്പോൾ നമ്മുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന MLA തന്നെയാണോ കുറച്ചു നേരത്തെ നമ്മൾ ദൃശ്യത്തിൽ കണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കാണിച്ചു തരണോ, CPMന് കാക്കിയുടെ ആവശ്യം വേണ്ട, ഇതൊക്കെയാ MLA പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ യോഗങ്ങളിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർ ഒരു സ്ഥലത്തും തന്നെ കാക്കിയിട്ട് അത് CI ആണോ SI ആണോ എന്നറിയില്ല, ചുരുളുന്നത് പോലെ MLAയുടെ മുമ്പിൽ ചുരുളുകയാണ്. ഞങ്ങൾ ഒരു പോലീസ് ഓഫീസറെയും വിളിച്ച് ഇത്തരത്തിൽ കാണിച്ചു തരണമോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം വേണ്ട, നിയമം ഞങ്ങൾ പാലിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ അക്രമികളെ നേരിട്ടോളാം എന്നൊക്കെ പറയുന്നത് എന്താ? ആ പോലീസ് ഓഫീസർ മൂത്രമൊഴിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ MLAയുടെ മുമ്പിൽ നിന്നുകൊണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മെയ് മാസം 19-ാം തീയതിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതിന് ശേഷം ചെറുതും വലുതുമായിട്ടുള്ള 468 സംഘർഷങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്.
മെയ് മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം 469 അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി എന്താ കേരളത്തിൽ പുതുതായിട്ടുണ്ടായത്? എന്തായാലും BJPക്കും RSSനും അനുകൂലമായിട്ട് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു MLA ഞങ്ങൾക്ക് ജയിച്ചു, 30 ലക്ഷം വോട്ടും കിട്ടി. പക്ഷേ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടാണ്. മൃഗീയ ഭൂരിപക്ഷം കിട്ടി. ഈ നന്നായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പറയുന്ന ആളും CPMന്റെ ഉത്തമ കേഡറുമായിട്ടുള്ള ശ്രീ പിണറായി കേരള മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഇത് MLA അല്ലേ, 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടല്ലോ, തൃശ്ശൂർ ജില്ലയിൽ ഒരു FIR എടുത്തതിൻ്റെ പേരിൽ, അത് പത്രക്കാരോട് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സബ് ഇൻസ്പെക്ടറെ AC മൊയ്തീൻ എന്ന് പറയുന്ന മന്ത്രി വിളിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് ശക്തമായിട്ട് ശകാരിക്കുക. ഞാൻ ഒരു കാര്യം അതിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായി. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. തുടരുക ശ്രീ VV രാജേഷ്. ശ്രീ PK ശശി MLA ഇന്നലെ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞാൻ വായിക്കാം. പാർട്ടി അധികാരത്തിലാണ് എന്ന് കരുതി പാർട്ടിയുടെ സ്വാധീനവും അധികാരവും ജനങ്ങളുടെ മേൽ പ്രയോഗിക്കരുത്. ഇക്കാര്യത്തിൽ പാർട്ടി സഖാക്കൾക്ക് നല്ല കരുതൽ വേണം. ഇത് സംസ്ഥാന സമിതിയുടെ തീരുമാനമാണ്. അങ്ങനെ ഒരു കരുതൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ താങ്കൾക്ക് വീഴ്ച പറ്റിയോ? ഒരു കരുതലെടുക്കുന്നതിലും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഞാനത് പറഞ്ഞല്ലോ, എന്നത് പറയാൻ നിങ്ങൾ സമ്മതിക്കൂ? നിങ്ങൾ നോക്കൂ, ഈ സംഭവം കഴിഞ്ഞ് അക്രമികളെ പിടിക്കാൻ, അക്രമികൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ടും പോലീസ് അനങ്ങുന്നില്ല. പോലീസ് ഈ പൊട്ടച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് നോക്കി നിൽക്കുക, റൂട്ടിൽ നിൽക്കുകയാണ്. ഈ അവസരം ഈ റൗഡികൾക്ക് വീണ്ടും അഴിഞ്ഞാടാൻ അവസരമൊരുക്കി കൊടുത്തു, സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് രണ്ടാമത് രഞ്ജിത്തിൻ്റെ വീട് ആക്രമിക്കുന്നത്. രഞ്ജിത്തിൻ്റെ വീട്ടിൽ ഭീകരാവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള വിജയകുമാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വിജയകുമാറിൻ്റെ വീട് പുതുതായി പണികടിപ്പിച്ച വീടാണ്. ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. കല്ല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാതിലൊക്കെ ചവിട്ടി പൊളിച്ച്, ജനാലകളൊക്കെ അടിച്ചു പൊളിച്ച്, ഗ്ലാസ്സൊക്കെ അടിച്ചു പൊളിച്ച്, പിന്നെ വീട്ടിനകത്തേക്ക് കയറി വിജയൻ്റെ ഭാര്യയെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം അറിഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ, മോട്ടോർ ബൈക്കിലായിട്ട് ആളുകൾ എത്തിയപ്പോൾ, അവർക്കും അറിയില്ല ഈ സംഭവം ഇന്നതാണെന്ന്. അവിടെ എത്തിയപ്പോൾ അവരെ ആക്രമിക്കുകയാണ്. അവരുടെ മോട്ടോർ ബൈക്ക് പിടിച്ചു വാങ്ങി ഒരു ഭാഗത്തിട്ട് കത്തിക്കുകയാണ്. 8 മോട്ടോർ ബൈക്കാണ് കത്തിച്ചിട്ടുള്ളത് ആ പ്രദേശത്ത്. എഴുവന്തല എന്ന് പറയുന്ന പ്രദേശത്ത് 8 മോട്ടോർ ബൈക്കാണ് കത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു RSSകാരൻ്റെയും BJPക്കാരൻ്റെയും വീട് ആക്രമിച്ചിട്ടില്ല, ഒരാളെപ്പോലും ഞങ്ങൾ നോവിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം പൂർണ്ണമാകുന്നത്. 11 മണിക്ക് ശേഷമാണ് പോലീസ് ആ സ്ഥലത്ത്, എഴുവന്തല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം പോലീസ് ഇക്കാര്യത്തിൽ RSSനെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നത് തന്നെയാണ്. ആ പോലീസിനെതിരായി അവിടെ നിലനിൽക്കുന്ന ജനവികാരത്തിന് എനിക്കൊരു സംശയം ഉള്ളത്, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നിട്ടും പോലീസ് പിടിച്ചില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, അവരെ പിടിക്കാനുള്ളതാണ് പോലീസ്. അത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ശകാരിക്കും, ഞങ്ങൾ നടത്തിക്കും. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നടത്തും. അതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതായത് താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന പ്രതികളെ പിടിക്കണമെന്നേ അല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പം സംഭവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ആളുകൾ ഓടിപ്പോയത് നാട്ടുകാരൊക്കെ അംഗീകരിച്ചതാണ്, നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്, അപ്പുറത്ത് നിൽക്കുന്നുണ്ടവർ. ആ ആളുകൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അവിടെ ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത സാധാരണ ആളുകൾ പോലും പറയുന്നു, ഇത് അപ്പുറത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്, ഈ അക്രമം അഴിച്ചുവിട്ടിയ ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ പിടിക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് അധികാരത്തിന്റെ തണലിലുള്ള അധികാര പ്രയോഗമല്ല എന്ന് വിശദീകരിക്കുന്നു. സണ്ണി ജോസഫ് MLA യോജിക്കുന്നുണ്ടോ? പൊതുപ്രവർത്തകൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ സംഘർഷ സാഹചര്യത്തിൽ പോലീസ് ഇടപെടുന്നതിൽ വീഴ്ച വരുത്തി എന്ന കാര്യത്തെ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നടപടിയെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അത് എല്ലാ ജനനേതാക്കളും അല്ലെങ്കിൽ ജനപ്രതിനിധികളും ചെയ്യുന്നതാണ് എന്ന വിശദീകരണം തൃപ്തികരമാണോ? ഒരിക്കലും തൃപ്തികരമല്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നേതാക്കന്മാർക്കും അണികൾക്കുമായിട്ട് നൽകിയെന്ന് പറയപ്പെടുന്ന നിർദ്ദേശം ഇന്ന് തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. MLA പറയുന്ന കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തൃപ്തികരമായ ന്യായീകരണങ്ങളല്ല. ഒരു സംഭവം ഉണ്ടായ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അക്രമകാരികളെ പിടിക്കാം. ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥമാണ്. അതിനു പകരം അദ്ദേഹം ഇവിടെ നിയമം കയ്യിലെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണ നേതൃത്വം തയ്യാറാവുകയാണ്. ഭരണ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്.
അതേ സംഭവത്തിന്റെ മെറിറ്റിലേക്കാണ് പറയുന്നത്. ഈ സംഭവം ഇതിനേക്കാൾ ഇപ്പൊ രൂക്ഷമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. പോലീസ് ആക്ട് ചെയ്യുന്നുണ്ടോ? കണ്ണൂർ ജില്ലയിൽ നാളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മ, രാഷ്ട്രീയത്തിനെതിരെയുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. പയ്യന്നൂർ കോളേജിൽ 22-ാം തീയതിയാണ്, കഴിഞ്ഞ 22-ാം തീയതിയാണ് 2 കോളേജ് പ്രൊഫസർമാർ, ഡോക്ടർ പ്രീജ, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, 2 ആളുകളുടെ കാറുകൾ, അടുത്തടുത്ത വീടുകളിലുള്ള 2 ആളുകളുടെ കാറുകൾ രാത്രി 2 മണിക്ക് കത്തിനശിക്കുന്നത്. കോൺഗ്രസിന്റെ കാങ്കോൾ മണ്ഡലം പ്രസിഡന്റ് നാരായണന്റെ വീടിന് ബോംബെറിഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിലെ വാഹനം കത്തിച്ചു. പിണറായിയിലെ ബൂത്ത് ഏജന്റ് ഷീബയുടെ വാഹനം നശിപ്പിച്ചു. ഈ സംഭവത്തിലൊന്നും പ്രതികളെ പിടിച്ചിട്ടില്ല. ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഈ സംഭവങ്ങളിലൊന്നും പ്രതികളെ പിടിച്ചിട്ടില്ല. ഇന്നത്തെ പത്രങ്ങളിലെ വാർത്ത എന്താണ്? തലശ്ശേരിയിൽ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ മകളായ ഒരു ഡോക്ടർക്ക് തന്റെ ക്ലിനിക്ക് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയിരിക്കും. അങ്ങനെയൊക്കെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുക. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? 2 ആഴ്ച മുൻപാണ് ഒരു മന്ത്രി തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി ശകാരിക്കുന്നത്. ഇന്നത് MLAയുടെ രൂപത്തിൽ നമ്മൾ കണ്ടു. പ്രശ്നം, ഞങ്ങൾ അധികാരം പ്രയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് വരുന്നില്ല എന്നതാണ് എന്ന് തോന്നുന്നു. അതിനോടൊപ്പമാണ് നാട്ടിലെമ്പാടും ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചത് മാതിരിയുള്ള അക്രമ സംഭവങ്ങളുടെ വാർത്തകൾ വരുന്നതും. കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ ദിവസമേ ആയിട്ടുള്ളൂ. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇത്രയധികം ജനങ്ങളുടെ പിന്തുണ ലഭിച്ച ഒരു സർക്കാർ ഈ അടുത്ത ഒരു 4-5 ടേം സർക്കാരുകൾ എടുത്താൽ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതെന്തെന്ന് വിശദീകരിക്കാൻ ഇതുപോലൊരു ഇഷ്യൂ ഉള്ള ഒരു ഡിസ്കഷൻ ഞാൻ തയ്യാറില്ല. അത് വെറുതെ നമ്മൾ പോകേണ്ടതില്ല. ഒന്ന് ഞാൻ യോജിക്കുന്നു ശ്രീ VV രാജേഷ് പറഞ്ഞതിനോട്. കേരളത്തിൽ മെയ് 19 ശേഷം നടന്ന അക്രമങ്ങൾ, അതിൻ്റെ എണ്ണം, ആ നമ്പർ ഞാൻ അംഗീകരിക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ കാരണമായി കാണുന്നതിൻ്റെ ഭാഗമായി ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ ഞങ്ങളല്ലല്ലോ ജയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് ഇവിടുത്തെ അക്രമത്തിൻ്റെ കുഴപ്പവും. RSS ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് അമിത്ഷാ. ഇവിടുന്ന് കേരള നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തു അങ്ങനെ 10-30 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. അത് കിട്ടിയില്ല. കിട്ടിയത് തന്നെ UDFൻ്റെ സഹായത്താലാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങളാണ് കേരളത്തിലാകെ നടന്നിട്ടുള്ളത്. ആ അക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ ഒരു സഖാവിനെ ഇവർ കൊലപ്പെടുത്തി. സണ്ണി ജോസഫ് വലിയ അക്രമങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോഴും രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട വ്യക്തി ഒരു മാർക്സിസ്റ്റ് സഖാവായതുകൊണ്ട് പേര് പറയാഞ്ഞത് ഒരു MLA എന്ന നിലയിൽ അങ്ങ് ചെയ്തത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ കുപ്രചരണം നടന്നു. എന്നാൽ ആ മണ്ഡലത്തിൽ ഏകപക്ഷീയമായി ഞങ്ങളുടെ 3 പേരെയാണ് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ കൊലപ്പെടുത്തിയിരുന്നത്. അവിടെ BJP തന്നെ ദേശീയ നേതൃത്വത്തിന്റെ സഹായത്താൽ പല രീതിയിലുള്ള ഇടപെടലും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് ആകെ കുഴപ്പമുള്ളതാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടന്നു. ഇവിടെ ഞങ്ങൾ ചേർന്ന് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഉള്ള ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല, ഇവിടെ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചതിൻ്റെ പേരിൽ വനിതാ ഡോക്ടർക്ക് ക്ലിനിക്ക് തുറക്കാൻ പറ്റാത്ത സംഭവം. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി കുട്ടിമാക്കൂരിൽ അസഭ്യ വർഷവും അക്രമവും സഹിക്കാൻ വയ്യാതെ പാർട്ടിയുടെ ഓഫീസിൽ 2 സ്ത്രീകൾക്ക് കയറി അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ ചോദ്യം ചെയ്യേണ്ടി വന്നത്. മർദ്ദനത്തിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രീതിയിലേക്കൊക്കെ എന്തിനാണ് പ്രവർത്തകർ പോകുന്നത്? അധികാരത്തിലെത്തി എന്നുള്ളതിനെ അത്തരത്തിൽ ഓരോ പാർട്ടി പ്രവർത്തകനും അയാളുടെ അധികാരം നടപ്പാക്കാനുള്ള മാർഗമായി കാണുകയാണോ? ഒന്ന്, BJP ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ പ്രത്യേക സന്ദർശനം നടന്നിട്ടുള്ളത്. അത് ഇതുപോലൊരു ചർച്ചയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വളരെ ബോധപൂർവം പല രീതിയിലേക്കുള്ള കുപ്രചരണങ്ങൾ വളരെ ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ പിന്തുണയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അതിന് ഓരോ 1 by 1 മറുപടി പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വളരെ ബോധപൂർവം കുഴപ്പങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള RSSൻ്റെ ശ്രമം, ആ ശ്രമത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നവരായി UDF മാറുന്നു. ആ മാറുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കാണേണ്ടത്. ഇതിനെയും ഇന്നലെ സഖാവ് കോടിയേരിയുടെ പത്രസമ്മേളനത്തെയും കൂട്ടി വായിക്കേണ്ടതില്ല. ഇന്നലത്തെ പത്രസമ്മേളനത്തിനകത്ത് സഖാവ് കോടിയേരി
വളരെ കൃത്യമായി കേരളത്തിലെ CPIM-ന്റെ വളർച്ച ഇനിയും കുതിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത ശരി, അത് താങ്കൾ വിശദീകരിക്കുന്നു. ശ്രീ വി രാജേഷ്, ശരിയാണ്. മെയ് 19 ശേഷം കേരളത്തിലെ ഭരണം മാറി, അക്രമം വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ ശ്രീ ശശി സൂചിപ്പിക്കുന്ന വിഷയം എടുക്കൂ, നെല്ലായിലെ വിഷയം എടുക്കൂ. അവിടെ CPIM പ്രവർത്തകരല്ലേ ആക്രമിക്കപ്പെട്ടത്? അവരുടെ ലോക്കൽ കമ്മിറ്റി നേതാവിൻ്റെ വീട് അടിച്ചു തകർക്കപ്പെട്ടു. അത് അന്വേഷിക്കാനെത്തിയ CPIM പ്രവർത്തകരുടെ ബൈക്ക്, അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 8 ബൈക്കുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. വലിയ വ്യാപകമായ സംഘർഷം അവിടെ ഉണ്ടാകുന്നു. അതിന് തുടക്കം കുറിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാരാണ്. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ആകെ എടുത്താൽ പലയിടത്തും ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു പാർട്ടിക്കാണോ? അഭിലാഷ്, എനിക്കൊരു 3 പോയിന്റ് പറയാൻ സമയം തന്നെ. കാരണം രണ്ടുപേരും ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഞാൻ മാത്രമേ ഡിഫെൻഡ് ചെയ്യാനുള്ളൂ. ഒന്ന്, ചെർപ്പുളശ്ശേരി സ്കൂളിൽ ABVPയുടെ പ്രവർത്തനം ആരംഭിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം SFIയും തുടങ്ങിയിടത്തു നിന്നാണ് സംഘർഷം ആരംഭിക്കുന്നത്. അവരുടെ നെല്ലായി പഞ്ചായത്തിലെ 10ാം വാർഡിലെ മെമ്പർ മുഹമ്മദ് ഷാഫി ആയിരുന്നു മുമ്പിൽ നിന്നുകൊണ്ട് ABVP പ്രവർത്തകരെ മർദ്ദിക്കാനുണ്ടായിരുന്നത്. ഇവിടെ പുറത്തു നിന്നെത്തിയ SFI DYFI പ്രവർത്തകർ, ഇതൊക്കെ സത്യസന്ധമായ വിവരങ്ങളാണ്, റിപ്പോർട്ട് ചാനൽ അവിടെ ഉണ്ടായിരുന്നാണല്ലോ. പുറത്തു നിന്നെത്തിയ SFI DYFI പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞാൻ പഞ്ചായത്ത് മെമ്പറുടെ പേരടക്കം ഞാൻ പറയുകയാണ്, MLA നിഷേധിക്കട്ടെ. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രണ്ടാമത്തെ പോയിന്റ്, MLAയും നമ്മുടെ റിയാസും ഈ ചിത്രം, അഭിലാഷം ഒന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്യൂ. അതായത് ഇത് മുഴക്കുന്ന് എന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നിൽ ഉള്ള ഒരു കുട്ടിയുടെ ചിത്രമാണ്. കുട്ടിയുടെ പേര് അക്ഷയ്. ഈ ചിത്രം 4 വയസ്സ് അക്ഷയ്ക്കുള്ളത്. അക്ഷയുടെ അമ്മ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അക്ഷയുടെ അച്ഛനെ കിട്ടാത്തത് കൊണ്ട് അക്ഷയുടെ കൈ വെട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ കണ്ണൂരിൽ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പോയി ഞങ്ങൾ ആ കുട്ടിയെ സന്ദർശിക്കുക. അതായത് അച്ഛനെ കൊലപ്പെടുത്താൻ കിട്ടാത്തത് കൊണ്ട് 4 വയസ്സുള്ള കുട്ടിയുടെ കൈ വെട്ടിമുറിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരത്തെക്കുറിച്ച് റിയാസും MLAയും വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് 469 അക്രമം നടന്നിട്ടുള്ളതിൽ പരിക്ക് പറ്റിയത് ആരൊക്കെയാണെന്ന് കണക്കെടുത്ത റിയാസിനറിയാം. നാളെ തലശ്ശേരി പോയിട്ട് ഈ 4 വയസ്സായ കുട്ടിയെ കൊണ്ടൊന്ന് മാപ്പ് റിയാസെ, എന്നിട്ട് പ്രസംഗം നടത്ത്. മറ്റൊരു കാര്യം, ഇവിടെ അഭിലാഷ് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ലോക്നാഥ് ബെഹ്റയെ പോലുള്ളവരെ പോലെയും ഋഷിരാജ് സിംഗിനെ പോലുള്ളവരെ പോലെയും ജേക്കബ് തോമസിനെയും തലപ്പത്ത് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു ധാരണ സൃഷ്ടിക്കുക. ഞങ്ങൾ നല്ല പോലീസ് രാജാണ് നടപ്പിലാക്കുന്നത് എന്ന്, ഞങ്ങൾ നല്ല പോലീസ് സംവിധാനമാണ് നടപ്പിലാക്കുന്നത് എന്നൊരു ധാരണ സൃഷ്ടിച്ച ശേഷം താഴെത്തട്ടിലുള്ള സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ വരുതിക്ക് നിർത്തുക. പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ആക്ഷൻ എടുക്കുന്നത് പ്രാദേശിക പോലീസ് ഓഫീസർമാരാണല്ലോ, അല്ലാതെ DGP അല്ലല്ലോ. പ്രാദേശികമായി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെ കൊണ്ടുവരിക, എതിരാളികളെ തല്ലിച്ചതയ്ക്കുക. ഈ MLA പറയുക, അക്രമികളെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുത്തു, എന്തുകൊണ്ട് പിടിപ്പിച്ചില്ല? അതിനർത്ഥം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നവരെ പിടിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയാണ്. അതിനുള്ള മറുപടി MLA നൽകണം. ശ്രീ PK ശശി, അങ്ങനെ പോലീസിനെ വരുതിക്ക് നിർത്തുക, പോലീസിനെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളതിനാണോ ശ്രമിക്കുന്നത്? ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുന്നു നിങ്ങൾ. പോലീസ് വേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറയുന്നു. ഈ സംവിധാനത്തെ മുഴുവൻ നിങ്ങളുടെ കീഴിലാക്കുക എന്ന ചിന്തയാണോ ഭരിക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും ആ രൂപത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ നിലവിളി കേട്ട് പുറത്തിറങ്ങിയ ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുകയാണ്. ഈ പോലീസ് SI അവിടെ നിൽക്കുകയാണ്. ഇയാളെപ്പറ്റി നേരത്തെ കുറേ കാലമായി ആക്ഷേപങ്ങളുണ്ട്. ഇയാൾ ജോലി ചെയ്ത സ്ഥലത്തെല്ലാം ജനവിരുദ്ധമായ സമീപനം സ്വീകരിച്ചയാളാണ്. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ SI ആയിരുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകളുടെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ച ഉദ്യോഗസ്ഥനാണ് ചാക്കോ. ചെർപ്പുളശ്ശേരി SI ആയിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSന് അനുകൂലമായ നിലപാടാണ് ഇയാൾ സ്വീകരിച്ചത്. CPM പ്രവർത്തകരെ അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. RSSൻ്റെ ആക്രമികൾ ഞങ്ങളുടെ പ്രകടനത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ CPM പ്രവർത്തകരെ അടിച്ചോടിക്കാൻ താല്പര്യം കാണിക്കുകയും RSSൻ്റെ ആക്രമികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തയാളാണ് ഇയാൾ. അയാൾ തന്നെയാണ് ഇക്കാര്യത്തിലും പിന്നിലുള്ളത്. അപ്പോൾ ചെർപ്പശ്ശേരി പോലീസിൻ്റെ പൊതു സമീപനമെന്ന് പറയുന്നത് അക്രമികളെ പിടിക്കലല്ല, അക്രമികൾക്ക് സഹായം കൊടുക്കലാണ് എന്ന വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയല്ല ശ്രീ PK ശശി, താങ്കൾ പറഞ്ഞ വാചകം ഞാൻ പറയാം. ശുദ്ധമായ തോന്നിവാസം കാട്ടിയിട്ട് കാക്കിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കാക്കിയിട്ടവൻ വേണമെന്ന് നിർബന്ധമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഇങ്ങനെയാണ് പറഞ്ഞത്. അതല്ലാതെ എന്തെങ്കിലും വീഴ്ച ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തത്.
ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞത് നിയമം കയ്യിലെടുക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടോ RSSകാരെ ആക്രമിക്കുമെന്നോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പോലീസിൻ്റെ ജോലി നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ആളുകൾക്ക് മതിയായ സംരക്ഷണം കൊടുക്കാമെന്നാണ്. ഞാൻ ഉദ്ദേശിച്ച അർത്ഥം ആ അർത്ഥമാണ്. അല്ല, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവിടെ ഉണ്ടല്ലോ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പ്രതികൾ ആരാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എന്നിട്ടും പോലീസ് അവിടെ ആക്ട് ചെയ്തില്ല എന്ന്. പോലീസിന് അവിടെ ക്രമസമാധാന നില പാലിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSSന്റെ പക്ഷം ചേരുകയാണ് എന്ന് താങ്കൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് പോലീസിൻ്റെ ജോലി ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ? അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാനതിൽ കണക്കാക്കിയത്, ഞാനതിൽ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല. ഞാൻ ആ വീട്ടിനകത്തു നിന്ന് കേൾക്കുകയാണ്, ആ അമ്മ പറയുകയാണ്, വിജയകുമാറിൻ്റെ ഭാര്യ പറയുക, ഞങ്ങളെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ചിട്ടാണ് കരയുന്നത്. ആ സമയത്താണ് ഞാൻ അവരോട് പറയുന്നത്, ഞങ്ങളുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങൾ സംരക്ഷിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതിന് പറയട്ടെ, സംഘർഷാവസ്ഥ ഉണ്ടെങ്കിലല്ലേ പോലീസ് ഏതെങ്കിലും ഒരു പക്ഷപാതപരമായിട്ടുള്ള വിഷയം വരുന്നുള്ളൂ? നിങ്ങൾ പറഞ്ഞ പക്ഷപാതത്തിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. ഇത് സംഘർഷാവസ്ഥ ഇല്ലല്ലോ. ഒരു കാരണവുമില്ലാതെ അകാരണമായി ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കില്ലേ ചെയ്തത്, ഒരു കുട്ടിയെ ആക്രമിക്കില്ലേ ചെയ്തത്. അതിനെ തുടർന്ന് ബോധപൂർവം ആ പ്രദേശത്താകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ? ശരി, അതാണ് താങ്കൾ ആരോപിക്കുന്നത്. തുടരുക ശ്രീ PK ശശി MLA. ശ്രീ സണ്ണി ജോസഫ് MLA, ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് ഒരു സർക്കാർ വേറൊരു സർക്കാർ എന്ന വേർതിരിവുണ്ടോ? നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. പുതുതായി ഒരു സർക്കാർ വന്നതുകൊണ്ട് എന്തെങ്കിലും സവിശേഷമായ ക്രമസമാധാന സാഹചര്യം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ? എല്ലാ കാലത്തും CPMന്റെ ഭരണത്തിന് കീഴിൽ അവരുടെ ഗുണ്ടാവിളയാട്ടം നടക്കാറുണ്ട്. എപ്പോഴും അക്രമത്തിന്റെ ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും ആ അക്രമ സ്വഭാവം കൂടാറുണ്ട്. അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഏറ്റവും വലിയ രൂപമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു വിഷയത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ പൊതുവിലും മലബാറിൽ പ്രത്യേകിച്ച്, കണ്ണൂരിൽ പ്രത്യേകിച്ചും. നേരത്തെ എന്റെ സ്നേഹിതൻ MLA അദ്ദേഹം പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് പോലീസിനോട് അദ്ദേഹം തട്ടിക്കയറുകയാണ്. നിയമവാഴ്ച അദ്ദേഹം കയ്യിലെടുക്കുക തന്നെയാണ് ചെയ്തത്. അതിന്റെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വികാരപരമായ കാര്യങ്ങളെ ആ കേസിന്റെ മെറിറ്റ് എനിക്കറിയില്ല. ആ കേസിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, അല്ലെങ്കിൽ സ്ഥലത്തുള്ള പോലീസുകാരോടാണ് നിങ്ങൾ പ്രതികളെ പിടിക്കണം, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷിക്കണം എന്നാ പറയേണ്ടത്. അതിന് പകരം ധിക്കാരത്തിന്റെ ഭാഷയിൽ തന്നെയാണ് ഇത്. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനും നിർദ്ദേശിച്ചതിനും ഘടകവിരുദ്ധമാണ് നാട്ടിൽ നടക്കുന്നത്. CPM പ്രവർത്തകരുടെ പ്രതികളായിട്ടുള്ള കേസുകളിൽ പ്രതികളെ പിടിക്കുന്നില്ല പോലീസ്. മറ്റുള്ളവർ പ്രതികളാകുന്ന കേസുകളിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധമായിട്ട് തന്നെ പ്രതികളെ പിടിക്കാനാണ് പറയുന്നത്. പ്രതികളെ പിടിക്കാൻ പറ്റുമോ? ശരി, അങ്ങനെ പറ്റില്ല. പോലീസിനെ സംബന്ധിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണമല്ലോ. ശ്രീ മുഹമ്മദ് റിയാസ്, കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞതുമായി മറ്റ് സംഭവ വികാസങ്ങളെ കൂട്ടി വായിക്കേണ്ട എന്ന് താങ്കൾ പറയുമ്പോൾ, കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പാർട്ടി സംസ്ഥാന സമിതിയുടെ തീരുമാനമായി വിശദീകരിച്ചതിനെ കേരളം സ്വാഗതം ചെയ്തതാണ്. ഇന്നലെ ഈ ചർച്ചയിൽ അതായിരുന്നു വിഷയവും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്ന്, കേരളത്തിൽ ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംഘർഷങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകുന്ന സാഹചര്യം അനുവദിക്കില്ല. അക്കാര്യത്തിൽ പാർട്ടി മുൻകൈയെടുക്കും. പാർട്ടിയുടെ മുൻകൈയിൽ ഒരക്രമവും ഉണ്ടാകില്ല. സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലായിരിക്കും പാർട്ടിയുടെ മുൻകൈ ഉണ്ടാവുക. ഒപ്പം ഒരിക്കലും പാർട്ടി പ്രവർത്തകർ അധികാരം പ്രയോഗിക്കരുത് ജനങ്ങളുടെ മേൽ എന്നുകൂടി ഖണ്ഡിതമായി പാർട്ടിയുടെ തീരുമാനമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിനുശേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൽ ആക്ഷേപകരമായ കാര്യങ്ങളുണ്ട്, തിരുത്തേണ്ടതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഒന്ന്, ഇവിടെ ശ്രീ സണ്ണി ജോസഫും ശ്രീ രാജേഷും പറഞ്ഞത് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞ ശ്രീ സണ്ണി ജോസഫിൻ്റെ പ്രിയപ്പെട്ട നേതാവ് MP ആയിരിക്കുമ്പോൾ ശ്രീ സുധാകരൻ പോലീസ് സ്റ്റേഷനിൽ കയറി നടത്തിയ അക്രമത്തെ അന്ന് പിന്താങ്ങിയ ആളാണ് ശ്രീ സണ്ണി ജോസഫ്. ഒന്ന്. ശ്രീ രാജേഷ് അക്രമം എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും മറുപടി ഞാൻ പറയും. ഇത് കേരളമാണല്ലോ രാജേഷേ. സ്വാമി പ്രാച്ചിയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ നേതാവാണല്ലോ രാജേഷ്. പ്രാച്ചി ഇപ്പം അടുത്ത് പറഞ്ഞതും
നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷാ ഗുജറാത്തിൽ പോലീസിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് വംശീയതയ്ക്ക് നേതൃത്വം കൊടുത്തതെന്നൊക്കെ അറിയുന്നവരാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ മറുപടിയിലേക്ക് പോകുന്നില്ല. ഇവിടെ വിഷയം വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ പോലീസ് ഒരു സ്വതന്ത്രമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് CPIMന്റെ കാഴ്ചപ്പാടെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങൾ, അവിടെ RSSന്റെ ഏകപക്ഷീയമായ അക്രമങ്ങൾ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ അവസാനമായി ഈ വീഡിയോയിൽ എത്തുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വില്ലനായി ചിത്രീകരിക്കുന്ന MLA ഒരു നായക തുല്യ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് പൊതുവേ പറയപ്പെടുന്നത്. ഇവിടെ വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു പോസിറ്റീവായ തോട്ടിലേക്ക് കാര്യങ്ങൾ പോകണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായി സംവദിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. കായികപരമായ അക്രമത്തിന് വേദിയാക്കരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് അപ്പുറത്തേക്ക് RSS അതിനകത്ത് വരുത്തിയിട്ടുള്ള വീഴ്ചകൾ വളരെ ഗൗരവത്തോടു കൂടി കാണാനും അത് കേരളത്തിനകത്ത് ഒരു തരത്തിലും പോകാത്ത രീതിയിലേക്ക് മാറ്റാനും പ്രബുദ്ധതയുടെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ പോസിറ്റീവ് അപ്രോച്ചായി കാണാനുള്ള തയ്യാറെടുപ്പിന് BJP നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ശരി. അതിൽ ശ്രീ VV രാജേഷ്, നിങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവ് ഇന്നലെ ചേരുമ്പോൾ അവിടെ കേരളത്തിലെ CPIM അക്രമം അപലപിക്കപ്പെടുന്നു. RSSന്റെ മുഖവാരിക ഓർഗനൈസർ കണ്ണൂരിലെ കൊലനിലങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം എഴുതുന്നു. ഈ വിഷയത്തെ നിങ്ങൾ ദേശീയ തലത്തിൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടാകേണ്ട സാമാന്യമായ ഒരു കാര്യം, നിങ്ങളുടെ പ്രവർത്തകർ എല്ലാ അർത്ഥത്തിലും സമാധാനകാംക്ഷികളാകണം കേരളത്തിൽ. അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ CPIMന്റെ നേതാക്കൾക്ക് നിങ്ങളുടെ പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള എത്രയെത്ര അക്രമ സംഭവങ്ങൾ ഈ മെയ് 19 ശേഷം ഉണ്ടായവ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആയുധം താഴെ വെച്ചിട്ട് വേണ്ടേ, ഊരിയ വാൾ ഉറയിലിട്ടിട്ട് വേണ്ടേ സമാധാനത്തെക്കുറിച്ച് പ്രമേയം പാസാക്കാൻ? അല്ല അഭിലാഷ്, എന്നോട് ചോദിച്ച ചോദ്യമാണെങ്കിലും എനിക്ക് തോന്നുന്നത് റിയാസിനോട് ചോദിക്കേണ്ട ചോദ്യം തെറ്റി എന്നോട് വന്നാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ ഉത്തരം തരാം. റിയാസ് പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് അഭിലാഷിലേക്ക് വരാം. റിയാസെ, അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ട് അച്ഛനെ കിട്ടാതെ 4 വയസ്സായ കുട്ടിയെ വെട്ടുന്നതാണ് പുരോഗമനമായ രാഷ്ട്രീയമെങ്കിൽ ആ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല റിയാസെ. നിങ്ങൾ ആശയപരമായി നേടും 4 വയസ്സായ കുട്ടിയോട് നിങ്ങൾ മാപ്പ് പറയാൻ നിങ്ങൾ ആദ്യം തയ്യാറാവും. പിന്നെ ഈ അമിത്ഷാ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം. അമിത്ഷായുടെ പാർട്ടി രാജ്യം ഭരിക്കും. അല്ലല്ല എന്താ സംബന്ധമാ? നിങ്ങൾക്ക് അസംബന്ധം കാണിക്കാമോ? 4 വയസ്സായ കുട്ടിയെ നിങ്ങൾക്ക് വെട്ടാമോ? നിങ്ങൾക്ക് അസംബന്ധം കാണിക്കാമോ? പിണറായി വിജയൻ ആഭ്യന്തര റിയാസെ, ജനങ്ങൾ കേൾക്കട്ടെ. റിയാസെ ജനങ്ങൾ കേൾക്കട്ടെ. തടസ്സപ്പെടുത്താതെ എന്താ തല താഴ്ത്തേണ്ടി വരുന്നോ? ഞാൻ പറഞ്ഞപ്പോഴേക്കും തടസ്സപ്പെടുത്താതിരിക്കൂ. താങ്കൾ എന്റെ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഞാൻ സഹിഷ്ണുതയോടെ ഇരുന്നല്ലോ. എന്താ അല്ല, താങ്കളുടെ നേതാവ് ആഭ്യന്തരമന്ത്രിയായെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചർച്ചയിൽ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ റിയാസെ? എന്തേ നാണക്കേടാവുന്നോ? ഇവിടെ MLA ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോസ്കോ പൊട്ടച്ചിറ, താങ്കളുടെ നാട് എൻ്റെ നാടല്ല, മോസ്കോ പൊട്ടച്ചിറ എന്ന സ്ഥലത്തു നിന്നുള്ള DYFI പ്രവർത്തകരാണ് തല്ലാൻ വന്നിട്ടുള്ളത്. താങ്കൾ ഒരു കാര്യത്തിൽ മറുപടി പറയൂ. ഈ സംഭവം നടന്നിട്ടുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ട ബൈക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഒന്നും അവിടെയുള്ള പഞ്ചായത്തിലല്ല, 4 പഞ്ചായത്ത് അപ്പുറമുള്ളതാ. എങ്ങനെയാ രാത്രി 12 മണിക്ക് 4 പഞ്ചായത്തിന് അപ്പുറമുള്ള CPM നേതാക്കന്മാരുടെ ഓണർഷിപ്പിലുള്ള ബൈക്കുകൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് വന്നു? താങ്കൾ മറുപടി പറയണം. MLA വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ അക്രമം നടത്താൻ വന്നു. ഇനി അഭിലാഷ് ചോദ്യമുണ്ട്. ദേശീയ എക്സിക്യൂട്ടീവിൽ CPMനെതിരെ BJP പ്രമേയം പാസാക്കി. BJP പ്രവർത്തകരിലെ ശാന്തമാകേണ്ടത്. അഭിലാഷ്, BJP പ്രവർത്തകർ ശാന്തരായതുകൊണ്ടല്ലേ കേരളത്തിന് പുറത്ത് ഒരിടത്ത് സംഘർഷം നടക്കുന്നില്ലല്ലോ? കേരളത്തിൽ ശക്തിയുള്ള സംഘടന ഞങ്ങളെക്കാൾ CPM ആണല്ലോ. കേരളം ഭരിക്കുന്ന CPM ആണല്ലോ. ഞങ്ങൾ സമാധാന പ്രിയരല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ അഭിലാഷ് സംഘർഷം നടക്കേണ്ടത്. മറ്റൊന്ന്, ദേശീയ എക്സിക്യൂട്ടീവ് ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ എന്തുകൊണ്ട് കാണും? കാരണം ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ ഏതൊരു പ്രദേശത്തെ പ്രവർത്തകരും വേദന അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒന്നടങ്കം പ്രമേയം പാസ്സാക്കും, ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നടങ്കം ഇവിടെ വരും, ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരെ സംരക്ഷിക്കും, നിയമപരമായി നമ്മൾ പോരാടും. മുൻപ് ഞാൻ ഓർക്കുന്നത്, പാലക്കാട് ജില്ലയിൽ ഇപ്പോഴത്തെ ഒറ്റപ്പാല MLA ശ്രീ P. ഉണ്ണി, അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു IPS ഓഫീസർ CPM ജില്ലാ സെക്രട്ടറിയുടെ കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുക. IPS ഓഫീസറുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഒരു IPS ഓഫീസർ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ആപ്പീസ് എറിഞ്ഞു ചേർത്തവരല്ലേ?
CPIM കേന്ദ്ര കമ്മിറ്റി ആഫീസ് എറിഞ്ഞു ചേർത്തവരല്ലേ ഇവർ? കേരളത്തിന്റെ പുറത്തൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ഇവർ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് എറിഞ്ഞു ചേർത്തതിനെ കുറിച്ച് രാജേഷിന്റെ അഭിപ്രായം എന്താ? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് നേരെ പ്രകടനം നടത്തി. കാരണം CPIM-ന്റെ നേതാക്കന്മാർക്ക് ശക്തമായ പ്രതിഷേധമേ മനസ്സിലാവുകയുള്ളൂ എങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുവാൻ വേണ്ടി ചുണയുള്ള പ്രവർത്തകർ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുണ്ട്, കൃത്യമായിട്ടുണ്ട്. റിയാസെ, ഞങ്ങളിവിടെ പ്രാർത്ഥന ചൊല്ലി, ഞങ്ങളിവിടെ ഭാഗവതവും വായിച്ചിരിക്കുന്നവർ ശക്തമായി പ്രതിഷേധിക്കാനുള്ള അവകാശം തിരിച്ചടിക്കുമെന്നുള്ളതാണ് BJP-യുടെ ന്യായം. ഇല്ല, നമുക്ക് ആ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. പാലക്കാടാണല്ലോ പ്രശ്നം. ശ്രീ ബഹുമാനപ്പെട്ട MLA ശ്രീ PK ശശി, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എവിടെയെങ്കിലും അക്രമം ഉണ്ടായാൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ CPIM-ന്റെ കേഡർമാരായിരിക്കും മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായ അക്രമങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അതല്ല, നിങ്ങളാണ് അക്രമം കാണിച്ചത് എന്ന് രാജേഷ് വിമർശിച്ചു. എന്തായാലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള മുൻകൈ പ്രതീക്ഷിക്കണോ താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിൽ? ഒരു സംശയവും വേണ്ട. തികച്ചും സമാധാനപരമായി അവിടെ നടന്ന പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞത്, രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ജോലി ചെയ്യാനും ആരെയും പേടിക്കാതെ ജോലി ചെയ്യാനും നമ്മുടെ അമ്മപെങ്ങന്മാർക്ക് ഭയാശങ്ക കൂടാതെ വീട്ടിൽ കിടന്നുറങ്ങാനും കഴിയുന്ന, വഴി നടക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണം. ആ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ വിശാലവും വിപുലവുമായ യോജിപ്പാണ് വേണ്ടത് എന്ന് ഞാനും അവിടെ ഇന്നലെ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സഖാവ് CK രാജേന്ദ്രനും തുടർന്ന് സംസാരിച്ച ഞാനും ഈ ആശയമാണ് അവിടെ പ്രകടിപ്പിച്ചത്. എല്ലാവരുടെയും യോജിപ്പാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അക്രമികളെ ഒറ്റപ്പെടുത്തണം, ആക്രമണകാരികളെ ഒറ്റപ്പെടുത്തണം, സമാധാനം തകർക്കുന്ന ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും യോജിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിശാലമായ യോജിപ്പിന് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജനകീയമായ അവിടെ ഒറ്റക്കാര്യത്തിലെ സംശയമുള്ളൂ MLA. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമുള്ള ഇടത്ത് പോലീസ് ആക്ട് ചെയ്യേണ്ടത് നിഷ്പക്ഷമായിട്ടാണല്ലോ. RSSും CPIM-ഉം തമ്മിലാണ് പ്രശ്നം. അവിടെ RSSകാരെ പോലീസ് പിടിക്കുന്നില്ല എന്ന് പോലീസിനെ ശാസനാപൂർവം തിരുത്തുമ്പോൾ അവർക്കെങ്ങനെയാണ് നീതിപൂർവകമായി അവരുടെ പ്രവർത്തനം നടത്താൻ സാധിക്കുക? അതിനപ്പുറത്ത് സ്വാധീന വിമുക്തമായി എന്താണ് സംഭവം എന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ പോലീസിന് മേലെ ഏതെങ്കിലും തരത്തിലുള്ള അധികാര പ്രയോഗം നടത്തുന്നത് ശരിയല്ലല്ലോ. അതിനി ഉണ്ടാകുമോ എന്നാണ്, അതുകൂടിയാണ് നമുക്കറിയേണ്ടത്. പരസ്പരം സംഘർഷമുണ്ടാകുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ബാധകം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഏത് ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിച്ചാലും ഒരു സംഘർഷാവസ്ഥ അവിടെ ഇല്ലല്ലോ. ആ പ്രദേശത്ത് ഒരു സംഘട്ടനം പോലും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിട്ടുള്ള RSSകാരുടെ നീക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായി നടന്ന ഒരാക്രമണമാണിത്. അതിൽ ആക്രമണകാരികളേ ഉള്ളൂ. അതിൽ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ. ആക്രമണകാരികളും ആക്രമിക്കപ്പെട്ടവരും എന്ന് പറയുന്ന രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ പോലീസ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അതിൽ പക്ഷം പിടിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ട. അതിൽ ആക്രമിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കണം. അത് ആക്രമണകാരികൾക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിലെന്താ? ശരി, താങ്കൾ അത് വിശദീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ DV രാജേഷ്, കേരളത്തിൻ്റെ പലയിടത്തും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത്, തെരഞ്ഞെടുപ്പാനന്തര കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലൊരു പുതിയ ഭരണം വന്നിരിക്കുകയാണ്. അവരെ ഭരിക്കാൻ അനുവദിക്കുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുക, അത് ഒരു ദേശീയ പ്രശ്നമായി ഉയർത്തുക, ഇതൊക്കെ എന്ത് ഗുണമാണ് കേരളത്തിൽ ചെയ്യാനുള്ളത്? CPIM സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സമാധാനം കാക്കുന്ന കാര്യത്തിൽ മുൻകൈ എടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുളം കലക്കാൻ പോകാതിരിക്കാൻ മറ്റു പാർട്ടികളും ശ്രദ്ധിക്കേണ്ടേ? ഇപ്പോൾ LDFന് ഭരിക്കാൻ വേണ്ടി BJPയുടെ ആരുടെയും ഔദാര്യവും അനുവാദം ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ അനുവാദം കൊടുത്തു.
അവർക്ക് ഞങ്ങളുടെ സഹകരണമാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. ക്രിയാത്മകമായ ഭരണത്തിന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് എന്നുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് സഹായമാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രധാനമന്ത്രി തുറന്ന സമീപനം സ്വീകരിച്ചു. വളരെ സന്തോഷവാനമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. LNG പദ്ധതി, നാഷണൽ ഹൈവേയുടെ വികസനം, ഇതിനൊക്കെ തന്നെ മുഖ്യമന്ത്രിയേക്കാൾ ആവേശോജ്വലമായ സമീപനമല്ലേ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും സ്വീകരിച്ചത്. അതിന് ഞങ്ങളുടെ സമ്പൂർണ്ണ സഹകരണമുണ്ട്. പക്ഷേ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടി അവർ കൊല്ലുമ്പോഴേക്ക് നിങ്ങൾ കേരളം ഭരിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഇവിടെ ഒരു ചതി കൂടി ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. സംഭവിച്ചത് എന്താ? MLA ശ്രദ്ധിക്കേണ്ടത്, ഷാഫി എന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അദ്ദേഹം ഒരു അഭിലാഷ ദൈവ സമയം തട്ടം, അദ്ദേഹം അവിടെ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് തട്ടി വിളിക്കുന്നു. പഞ്ചായത്ത് മെമ്പറല്ലേ വിളിക്കുന്നത്. സ്വാഭാവികമായും കതവ് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും പഞ്ചായത്ത് മെമ്പർ മാറുന്നു. തൊട്ടടുത്തുനിന്ന് വന്ന അക്രമികൾ അമ്മയുടെ മുമ്പിലിട്ട് തല്ലുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കുമ്പോഴേക്കും ഇത്തരത്തിൽ ആസൂത്രിതമായി ഞങ്ങളുടെ പ്രവർത്തകരെ പീഡിപ്പിക്കുവാനും പിന്തിരിപ്പിക്കുവാനും കള്ളക്കേസിൽ കൊടുക്കുവാനുമുള്ള ഒരു ശ്രമത്തിനും ഞങ്ങൾ പിന്തുണയ്ക്കുകയില്ല, ഞങ്ങൾ കൂടെ നിൽക്കുകയില്ല. ഞങ്ങൾ ശക്തമായി നിയമപരമായും ഞങ്ങൾ രാഷ്ട്രീയമായും ഞങ്ങൾ ഈ സംഭവങ്ങളെ നേരിടും. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പിണറായിയിൽ നിന്ന്. വനിതാ കമ്മീഷൻ വന്നിരിക്കുന്നത് പിണറായിലാണ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി അഭിലാഷ ഒരു സെക്കൻഡ് കൂടി, മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാ ഒരു സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്? ശരി, അതാണ് താങ്കളുടെ ചോദ്യം. ശ്രീ മുഹമ്മദ് റിയാസ്, പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ മുൻകാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷം നേരിട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി മറുപടി നൽകാൻ ആഗ്രഹിച്ചേക്കും. അവർ അധികാര കേന്ദ്രമാകാനുള്ള ഒരു പ്രവണത കാണിച്ചേക്കും. പക്ഷേ പാർട്ടി കൃത്യമായി ഈ കാര്യത്തിൽ അവരെയൊക്കെ സമവായത്തിൻ്റെ പാതയിൽ വരുതിക്ക് നിർത്തിക്കൊണ്ട് അങ്ങേയറ്റം സമാധാനപൂർണമായ ഒരു ജീവിതം കേരളത്തിലെ എല്ലാ ആളുകൾക്കും പ്രദാനം ചെയ്യുന്നതിൽ അങ്ങേയറ്റം സുപ്രധാനമായ പങ്ക് വഹിക്കേണ്ടേ? തീർച്ചയായിട്ടും പാർട്ടി വഹിക്കും. 5 വർഷക്കാലം RSS ആഗ്രഹിക്കുന്നത് പോലെ ആഭ്യന്തര വകുപ്പിനെ ഇവിടെ കൊണ്ടുപോയി. സ്വാഭാവികമായും മനുഷ്യ സഹജമായി അതിനോട് കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ളവർ ഞങ്ങൾക്കൊപ്പമുള്ളവരുണ്ട്. പക്ഷേ അതുൾപ്പെടെ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്നുള്ള നിലയിൽ പാർട്ടി കേഡർമാരിൽ എഡ്യൂക്കേഷൻ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം അഭിലാഷ് പറയാൻ അനുവദിക്കണം. രാജേഷ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് രാജേഷിന് സംസാരത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പുറത്ത് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഒരഭിപ്രായം ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് തല്ലി തകർത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാജേഷിൻ്റെ ഭാഷ മാറി. ഞങ്ങൾക്ക് ഭഗവത്ഗീത പാടാനോ ഗാനം ആലപിക്കാനോ മാത്രമല്ല അറിയുക എന്നും പറഞ്ഞു. നേരത്തെ പറഞ്ഞ രാജേഷ് പിന്നെയും മാറുന്നു. ഈ മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവല്ലിയായി ഗംഗ മാറുന്നത് മാറുന്നു. ഇതാണ് RSS. രാജേഷ് ഇവിടെ പറഞ്ഞല്ലോ 4 വയസ്സുകാരിയെ വെട്ടി. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല, ഞങ്ങൾ മനുഷ്യത്തുള്ളവരാ. നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണം ഗർഭസ്ഥ ശിശുവിനെ തൃശൂലം കൊണ്ട് കുത്തി കയറ്റിയ പാരമ്പര്യമുള്ളവരുടെ പിന്മുറക്കാരായതുകൊണ്ടാണ്. അതുകൊണ്ട് രാജേഷ് അതിലേക്കൊന്നും പോണ്ട, പരിഹസിക്കുകയോ അട്ടഹസിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് നല്ല നിലയിൽ വളരെ പോസിറ്റീവായി വളരെ കൃത്യമായി സ്വസ്ഥവും സുഖകരമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും മുൻകൈ എടുക്കാം. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പരസ്പരം വെല്ലുവിളിയല്ല, പരസ്പരം പരിഹസിക്കലല്ല, അട്ടഹാസങ്ങളല്ല. അതിന് രാജേഷ് ഉൾപ്പെടെയുള്ളവർ സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് മുൻകൈ എടുക്കണം. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ശ്രീ രാജഗോപാൽ ഭരണത്തിന്റെ മികവും കൂടി മനസ്സിലാക്കി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. രാജേഷ് ഉൾപ്പെടെ അതിന് മുൻകൈ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, എന്തായാലും സമാധാനം പുലരട്ടെ എന്ന് ആശിക്കാം. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ PK ശശി, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ VV രാജേഷ് സംസാരിച്ചതിന്.